ഈ 1UI 8.5 ആയപ്പോഴേക്കും കുറേ എന്താണ്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ആവട്ടെ. ഏവർക്കും സ്വാഗതം. ഞാനൊരു ഐറ്റം പിക്ക് ചെയ്യാൻ പോവാണ്. ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. ബേസിക്കലി ഒരു 3D പ്രിൻറ്റഡ് വേർഷൻ ഓഫ് ദിസ്. എക്സാക്ട്ലി സെയിം സാധനമല്ല, പക്ഷേ ഇതുപോലത്തെ ഒരു സാധനം. എൻ്റെ ഒരു ഫ്രണ്ടാണ് നടത്തുന്ന ഈ ബിസിനസ്. അപ്പോൾ എന്താ പറയുക, പുള്ളിയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തുള്ള പുള്ളി ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെ ഒരു വീഡിയോയിൽ എടുത്ത് കാണിച്ചുതരാം. പക്ഷെ എന്തായാലും ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലിടാം. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ എങ്ങോട്ടാണ് ക്യാമറ പോയിൻ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തായാലും കൊള്ളാം, ഞാൻ അവിടെ വെച്ച് കാണാം. അല്ലെങ്കിൽ സാധനം കിട്ടി തിരിച്ച് വന്നിട്ട് അവിടെ വെച്ച് കാണാം. മെയിനായിട്ട് ഇതിനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതും കൂടി എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാനുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു ബേസാണ്. ശരിക്കും പറഞ്ഞൊരു ലെതർ ഫീല് പോലെ കിട്ടുന്നൊരു സാധനം. ആ ഒരു സ്റ്റിച്ചിങ്ങും ഇതൊക്കെ ഉള്ളതൊരു ടെക്സ്ചർ ശരിക്കും പറഞ്ഞാൽ ലെതർ പിടിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഒരു ലെറ്റ്സ് ഒരു 95% ഉണ്ടോ? അത് 95%. പക്ഷേ ഇത് ആക്ച്വലി പ്രിൻ്റ് ചെയ്യാൻ നല്ലോണം സമയം എടുക്കും. ഒരു എത്ര മണി? 6 മണിക്കൂറല്ലേ? ക്ലോസ് ടു 5 hours. അപ്പോൾ അത് കാരണം ഇതിന് ആക്ച്വലി അത്യാവശ്യം റേറ്റ് വരും, മറ്റേ പ്രിൻറ്റിങ് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ആളുടെ ബാക്കിയുള്ള കളക്ഷനാണ് കണ്ടുള്ളത്. മെയിനായിട്ട് ഇത് രണ്ടും എടുക്കുന്നത് അത് കണ്ടിട്ടുള്ളത്. ഓക്കെ, 0.6x 1UI 8.5 വന്നായിരുന്നില്ലേ? ഒന്ന് S25 1UI 8.5 വന്നത് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് വരാന്നറിയില്ല. ഓക്കെ, സോ ഇത് രണ്ടും ഉണ്ട്. മാസ്ദ RX-7, BMW M3 GT-R. ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ RX-7 ബിൽഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. കാരണം കുറച്ചും കൂടി പാർട്സ് ഇതില്ലാതുള്ളത്. M3 GT-R മിക്കവാറും ഞാനൊരു ടൈം ലാപ്സ് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും, ഇതിലൂടെ ആയിരിക്കും, മറ്റേ യൂട്യൂബ് ഷോർട്സിലൂടെ ആയിരിക്കും. പക്ഷേ കോപ്പിറൈറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് പാട്ട് എഴുതിയിടുമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നറിയില്ല. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ആക്ച്വലി വേറൊരു സാധനം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് വൈൽ ഐ എം സ്റ്റിൽ ദെയർ മൈറ്റ് ആസ് വെൽ എന്നുള്ള രീതിയിൽ ഒരു അഡ്വൻ സാധനം എടുത്തിട്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം. എല്ലാം കൂടി എനിക്ക് 700 രൂപ. എല്ലാം കറക്റ്റായി 700 രൂപ. ഇതിന് 250, ഇതിന് 250. ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ കാണിച്ച ഈ മോഡലിനും അത് 200 രൂപ. അതൊരു പഴയ മോഡലാണ്, അപ്പോൾ ഡിസ്കൗണ്ടിന് കിട്ടി എനിക്ക്. ഇതിപ്പോൾ തന്നെ ഇതെല്ലാം മുറിച്ചെടുക്കണം. ഈ ടൂളുണ്ട്, ഇത് മതിയാവുമെന്ന് വിചാരിക്കണം. ഇതുപോലത്തെ സാധനമാണ് പുള്ളിയുടെയിലും ഉള്ളത്. കൊളാക്കില്ലെന്ന് വിചാരിക്കണം. ആക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോകാം. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇതിങ്ങനെ തന്നെ വിട്ടെന്ന് വിചാരിക്കണം. ഒന്നും പറ്റില്ല ഭാഗ്യത്തിന്. ഇതെന്തോന്ന് സാധനമാവോ? ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ തിരിച്ചേക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആക്ച്വലി പുള്ളിയുടെ വീഡിയോ കണ്ട് നോക്കാം. പക്ഷേ നമുക്കൊന്ന് ഒരു റൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളതൊന്ന്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിന് പശയുടെ ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ഒന്നും നടന്നില്ലെങ്കിൽ വേണം നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം.
എക്സോസ്റ്റ് ഇവിടെയാണ്. ഉപ്സ്, ഞാൻ ഇത്ര നേരം തിരിച്ചാ വെച്ചേർന്ന് എങ്ങനെ പോകാനാണത്? ഇതാണ് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ഇല്ലാത്തതിൻ്റെ വ്യത്യാസം. അങ്ങനെ ഇത് സെപ്പറേറ്റ് ആക്കി. അത് എല്ലാം എൻ്റെ പ്രശ്നം തന്നെയാണ്. എൻ്റെ ഒരു കഴിവില്ലായ്മ കൊണ്ടുള്ള പോരായ്മ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്താ പറയണമെന്ന് വെച്ചാൽ അതാണ്. എന്തായാലും ഉള്ള സാധനം തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ അത് ആക്സിൽ കയറ്റണം. ആക്സിൽ രണ്ടും ഒരേപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അതായത് ആകെ വ്യത്യാസം വരുന്നത് മുകളിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുന്ന വേറെ ഒന്നുമല്ല, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഉള്ളതൊന്നും പക്കായിട്ട് മുറിച്ചിട്ടില്ല. എന്താ പറയുക, ജസ്റ്റ് കണക്ഷൻ പോകാൻ വേണ്ടി മുറിച്ചു എന്നല്ലാതെ. അപ്പോൾ അത് കാരണം ടോളറൻസസ് കുറച്ച് മോശമാണ്. ഐ മീൻ അതെൻ്റെ വെട്ടത് കാരണമാണ് കേട്ടോ, അല്ലാതെ മോഡലിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ഇതായി. ഇനിയാണ് ഈ സാധനം ഇതിൽ കയറ്റേണ്ടത്. ഓക്കെ, മനസ്സിലായി. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ടോ? ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി 4 വീലിടുക. ഈ വീൽ ആക്ച്വലി ഒന്ന് സാൻഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഐറ്റമായിട്ട് എഡ്ജസ് വന്നു കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ദാറ്റ്സ് ഡൺ. ആക്ച്വലി വെരി നൈസ് ടു ലുക്ക് അറ്റ്. ഫോട്ടോ എടുത്ത ആൾക്കാർ വെച്ച് കൊടുക്കട്ടെ. ഓക്കെ, സോ RX-7 റെഡിയായി. ഇനിയിപ്പോൾ ഒരു M3 GTR ആണ് ബാക്കിയുള്ളത്. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതിന് പകരം മിക്കവാറും ഒരു ടൈം ലാപ്സ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഇവിടെ പറ്റുവാണെങ്കിൽ ഇവിടെയും ഒന്ന് ഇടുമായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വാല്യൂബിൾ സ്റ്റോറി ഇതൊന്നും ഇൻസൈറ്റുള്ള വീഡിയോ ഒന്നും അല്ല. ചുമ്മാ ഒരു 3D പ്രിൻ്റ് മോഡലെടുത്തു, അത് പണിയുന്നു. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചോദ്യമുണ്ട്, കുറച്ച് തലവേദനയാണ്, പക്ഷേ മലയാളത്തിൽ വീഡിയോ പറയണോ അതോ ഇംഗ്ലീഷിൽ തന്നെ മതിയോ? കാരണം ഈ മലയാളത്തിൽ തലവേദനയാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷെ പുറമെയുള്ളവർക്കൊന്നും മലയാളമൊന്നും മനസ്സിലാവാൻ വളരെ ചാൻസ് കുറവാണ്. ബാംഗ്ലൂർ പോയാൽ അറിയാം, മിക്കവർക്കും മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയും അറിയാം. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോസും ഇംഗ്ലീഷിൽ ഇറക്കണത്. അങ്ങനെ ആകുമ്പോൾ ഈ പുറത്തുള്ള അവർക്കൊക്കെ മനസ്സിലാകും, കുറേ കൂടെ എളുപ്പമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാനെങ്കിലും ഒരു ബേസ് ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അറിയിച്ചാൽ സന്തോഷം. എനിവേ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.